നമസ്കാരം. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി താൽക്കാലിക അംഗത്വം സൗദി അറേബ്യ നിരസിച്ചു. സിറിയൻ പ്രശ്നം പരിഹരിക്കുന്നതിൽ രക്ഷാസമിതി പരാജയപ്പെട്ടെന്ന ആരോപണം. വിദേശികൾക്കുള്ള വൈദ്യപരിശോധനാ സംവിധാനം കൂടുതൽ കർശനമാക്കാൻ കുവൈറ്റ് സർക്കാർ. ഗാർഹിക വിസയിലുള്ളവർക്കുള്ള നിബന്ധന തൊഴിൽ വിസയിലുള്ളവർക്കും ബാധകമാക്കാൻ നീക്കം. കുവൈത്തിൽ സ്വകാര്യ വിദ്യാലയങ്ങളിൽ ഫീസ് വർദ്ധിപ്പിക്കാൻ നീക്കം. ഇതിനായി വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ സ്വകാര്യ വിദ്യാലയങ്ങളുടെ കൂട്ടായ്മ തീരുമാനിച്ചു. അറബ് ലോകത്ത് പൗരാവകാശ സംരക്ഷണത്തിൽ ഏറ്റവും മുൻപിൽ UAE. ആഗോള മനുഷ്യാവകാശ പദവി സൂചിക തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പുതിയ വെളിപ്പെടുത്തൽ. പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചു. റിപ്പോർട്ട് നടപ്പാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് വനം പരിസ്ഥിതി മന്ത്രാലയങ്ങൾ. ആവശ്യം ഹരിത ട്രിബ്യൂണലിനെ അറിയിക്കും. കൽക്കരി കേസിൽ പ്രധാനമന്ത്രിയെ CBI ഉൾപ്പെടുത്തിയിരുന്നതായി റിപ്പോർട്ട്. ഉന്നത ഇടപെടൽ മൂലം പ്രധാനമന്ത്രിയുടെ പേര് ഒഴിവാക്കിയെന്ന ആരോപണം. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി താൽക്കാലിക അംഗത്വം സൗദി അറേബ്യ നിരസിച്ചു. സിറിയൻ പ്രശ്നം പരിഹരിക്കുന്നതിൽ രക്ഷാസമിതി പരാജയപ്പെട്ടെന്നാരോപിച്ചാണ് സൗദി അംഗത്വം നിരസിച്ചത്. കഴിഞ്ഞ ദിവസമാണ് രക്ഷാസമിതിയുടെ താൽക്കാലിക അംഗമായി സൗദി ഉൾപ്പെടെ 10 രാജ്യങ്ങൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യത്തിന്റെ സന്തുലിതമായ വിദേശ നയത്തിനുള്ള അംഗീകാരമാണ് അംഗത്വമെന്നായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സൗദിയുടെ ആദ്യ പ്രതികരണം. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ നാടകീയമായി അംഗത്വം നിരസിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നു. സൗദി പ്രസ് ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിലൂടെ വിദേശകാര്യ മന്ത്രാലയമാണ് അംഗത്വം നിരസിക്കുന്നതായി അറിയിച്ചത്. രക്ഷാസമിതിക്കെതിരെ രൂക്ഷ വിമർശമാണ് പ്രസ്താവനയിലുള്ളത്. സിറിയയിൽ സ്വന്തം പൗരന്മാരെ ബോംബിട്ടും വിഷവാതകം ശ്വസിപ്പിച്ചും കൊന്നൊടുക്കുന്ന ഭരണകൂടത്തെ താഴെയിറക്കാൻ രക്ഷാസമിതിക്ക് കഴിഞ്ഞില്ല. സംഘർഷം 3ാം വർഷത്തിലേക്ക് കടന്നിട്ടും രക്ഷാസമിതി നിഷ്ക്രിയമാണ്. ഇത്തരം ഒരു സമിതിയിൽ അംഗമാകുന്നതിൽ അർത്ഥമില്ലെന്ന് സിറിയയിൽ പ്രതിപക്ഷ സഖ്യത്തെ സഹായിക്കുന്ന സൗദി വ്യക്തമാക്കുന്നു. ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയാത്തതിലും സൗദി രക്ഷാസമിതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പശ്ചിമേഷ്യയെ കൂട്ടനശീകരണ ആയുധത്തിൽ നിന്നും മുക്തമാക്കാൻ കഴിയാത്തതും രക്ഷാസമിതിയുടെ കഴിവുകേടിന് ഉദാഹരണമാണ്. ആഭ്യന്തര സംഘർഷങ്ങളിലും നിരായുധീകരണത്തിലും സമിതിയുടേത് ഇരട്ടത്താപ്പാണെന്നും സൗദി തുറന്നടിക്കുന്നു. അമേരിക്കയുമായി ഉറ്റചങ്ങാത്തമുള്ള സൗദിയുടെ നിലപാട് ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഇറാനുമായി അമേരിക്ക ചർച്ചകൾ ആരംഭിക്കുന്നതും അവർക്കെതിരായ ഉപരോധത്തിൽ അയവ് വരുത്താൻ ആലോചന നടക്കുന്നതും സൗദിയുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതാദ്യമായാണ് സൗദി അറേബ്യ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമാകുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അതിഥികളായി ഡോക്ടർ PJ വിൻസെന്റ് ന്യൂസ് സ്റ്റുഡിയോയിലുണ്ട്. അതുപോലെ മാധ്യമപ്രവർത്തകൻ PK നിയാസ് ഖത്തറിൽ നിന്ന് ചേരും. PM ഹാരിസ് മുതിർന്ന മാധ്യമപ്രവർത്തകനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഡോക്ടർ PJ വിൻസെന്റിലേക്ക്. ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നുള്ള പ്രതിനിധിയായാണ് സൗദി തെരഞ്ഞെടുക്കപ്പെട്ടത്. രക്ഷാസമിതിയിൽ സൗദിയുടെ അംഗത്വം, താൽക്കാലിക അംഗത്വം വളരെ പ്രതീക്ഷകൾ ഉയർത്തിയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർ നിലപാട് മാറ്റി ഈ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ ഈ തീരുമാനത്തെ? ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നടപടിയാണ് ഒരുപക്ഷെ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും സൗദി അറേബ്യയുടെ നിലപാടിനെ ഇന്നത്തെ സാഹചര്യത്തിൽ ന്യായീകരിക്കാൻ സാധിക്കും. 1991 കുവൈറ്റ് ലിബറേഷൻ വാറിലേക്ക് അമേരിക്ക പോയപ്പോൾ അത് സംബന്ധിച്ച് പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ എഡ്വേർഡ് സയ്യിദ് ഒരു ലേഖനം എഴുതി. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, നോ സദ്ദാം നോ വാർ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സിറിയൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അതാണ്. നോ ബഷർ അൽ അസാദ്, നോ ഇമ്പീരിയലിസ്റ്റ് വാർ. സാമ്രാജ്യത്വ ഇടപെടലിലൂടെ അമേരിക്ക അവിടെ സൈനികമായി ഇടപെട്ട് യുദ്ധം നടത്തി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിനും എതിരായിട്ടാണ് നമ്മൾ നിലപാടെടുക്കേണ്ടത്. അതോടൊപ്പം ഏകാധിപത്യ ഭരണക്രമം അവിടെ അവസാനിക്കുകയും വേണം. ഈ രണ്ട് വിഷയങ്ങൾ, ഈ രണ്ട് ഈവിൾസിനെ ഒഴിവാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ പരിഹാരം ഉണ്ടാവേണ്ടത്. പക്ഷേ അവിടെ 2011 ആരംഭിച്ചിട്ടുള്ള സംഘർഷങ്ങൾ, അതിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു, ലക്ഷക്കണക്കിന് ആളുകൾ അവിടുന്ന് ദുരിതത്തിലാണ് ഇപ്പോഴും. ആ പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമില്ല. യഥാർത്ഥത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു നയതന്ത്ര വടംവലിയായിട്ട് ഇത് ചുരുങ്ങുകയും അവർ തമ്മിൽ ചില നിലപാടുകൾ വെച്ച് അംഗീകരിച്ച സമയത്ത് ആ വിഷയം പൂർണ്ണമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിഗണനയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. യഥാർത്ഥ വിഷയം അതല്ല. യഥാർത്ഥത്തിലുള്ള വിഷയം സിറിയയിലെ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കുക എന്നതും സുദീർഘമായിട്ട് തുടരുന്ന അവിടുത്തെ ഏകാധിപത്യ ക്രമം അവസാനിപ്പിക്കുക എന്നതുമാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തൽക്കാലത്തേക്ക് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു നയതന്ത്ര സംഘർഷത്തിൽ അല്ലെങ്കിൽ ശീതയുദ്ധ സമാനമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി.
സിറിയയെ റഷ്യ സഹായിക്കുന്നു. സിറിയക്കെതിരായിട്ട് ബഷർ അസദിൻ്റെ ഭരണകൂടത്തിനെതിരായിട്ട് അവിടെ നിരന്തരമായി 2011 ശേഷം അവിടെ സമരം നടത്തിക്കൊണ്ടിരുന്ന പ്രതിപക്ഷ സഖ്യത്തിന് അനുകൂലമായിട്ട് അമേരിക്കയും അതുപോലെ പാശ്ചാത്യ മാധ്യമങ്ങളും രംഗത്ത് വന്നു. ചുരുക്കത്തിൽ സിറിയയിൽ ഉണ്ടാവേണ്ടുന്ന ഒരു ജനാധിപത്യ മാറ്റത്തെ അട്ടിമറിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ സംഭവിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അവിടെ ഉണ്ടാവേണ്ടത്. റഷ്യയും അതിനെതിരെയുള്ള പ്രതിഷേധമാണോ സൗദിയുടെ ഇപ്പോഴത്തെ തീരുമാനം? തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ടും അത്രയൊരു പ്രതിഷേധം സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പിന്നെ അതിൽ മറ്റൊരു ഘടകം എന്താ വെച്ചാൽ ഈ പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ അമേരിക്ക വളരെ കൃത്യമായ ഒരു പുതിയൊരു നയം സ്വീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ അമേരിക്കയുടെ ശക്തമായ അമേരിക്കൻ വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു സുന്നി രാഷ്ട്ര കൂട്ടായ്മകളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് അവിടുത്തെ ഷിയ സഖ്യവുമായിട്ട് അടുക്കുന്ന ഒരു സമീപനം അമേരിക്ക അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഹിസ്ബുള്ള ഇറാൻ ബഷർ അൽ അസദ് അച്ചുതണ്ട്, ആ അച്ചുതണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ തുടർന്നോട്ടെ, ഒരുപക്ഷെ അത് തകർക്കപ്പെട്ടാൽ അതിനേക്കാൾ തീവ്രമായിട്ടുള്ള അമേരിക്കൻ വിരുദ്ധ ശക്തികളായിരിക്കും അവിടെ വരിക. അപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഒരു സുന്നി ദേശീയതയ്ക്കെതിരായിട്ട് ഈ ഷിയ ദേശീയതയുമായി ഐക്യപ്പെടുന്ന ഒരു സമീപനം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിനോടുള്ള ഒരു പ്രതികരണം കൂടി സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ അപ്രതീക്ഷിതമായ നീക്കത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരികെ താങ്കളിലേക്ക് പി കെ നിയാസ്, ഇവിടെ സൗദി അറേബ്യ സൗദി പ്രസ് ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കുന്നതിലുണ്ടായ കാലതാമസം. ആ പ്രശ്നം പരിഹരിക്കാൻ UN രക്ഷാസമിതി പോലുള്ള ഉയർന്ന ബോഡികൾ, ഉയർന്ന വേദികൾ കാണിക്കുന്ന അലംഭാവം, ഇതിനെതിരെയുള്ള പ്രതിഷേധം കൂടി അവരുടെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുൻപ് ഡോക്ടർ PJ വിൻസെൻ്റ് ചൂണ്ടിക്കാട്ടിയ ഒരു ഷിയ സഖ്യത്തോട് അടുക്കാനുള്ള അമേരിക്കയുടെ തീരുമാനമാണോ, അതോ ഇത്തരത്തിലുള്ള മാനവിക പ്രശ്നങ്ങൾ, സിറിയയിലെയും ഫലസ്തീനിലെയും പോലുള്ള മാനവിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ UN രക്ഷാസമിതി കാണിക്കുന്ന അലംഭാവമാണോ സൗദിയുടെ ഇപ്പോഴത്തെ പ്രതിഷേധത്തിനുള്ള കാരണം? ഇതിന് വ്യാപകമായ തലങ്ങളുണ്ട്. ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൗദിക്കുള്ള പ്രതിഷേധം നമുക്ക് അറിയാവുന്നതാണ്. കാരണം 2002 ഇപ്പോഴത്തെ സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ്, അദ്ദേഹം അന്ന് കിരീടാവകാശിയായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ഫോർമുല ഉണ്ടായിരുന്നു. 967 അതിർത്തിയിലേക്ക്, അത് 967 യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത ഫലസ്തീനി ഭാഗങ്ങൾ വിട്ടുകൊണ്ട് ഒരു ഇസ്രായേൽ സ്റ്റേറ്റും ഫലസ്തീനി സ്റ്റേറ്റും ആകാമെന്ന അദ്ദേഹത്തിന്റെ ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് യഥാർത്ഥത്തിൽ അമേരിക്ക ഒബാമ 2000 അധികാരത്തിൽ വന്നപ്പോൾ ഒബാമ ആവർത്തിച്ചു പറഞ്ഞു അത് തന്നെയായിരുന്നു. പക്ഷേ ഇത്രയും കാലമായിട്ടും അമേരിക്കയും ഇസ്രായേലും കൂടി ലോകത്തെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം 1945 ജൂൺ 28 ആണ് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. അന്ന് ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്ത ഏതാണ്ട് 52 രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സൗദി അറേബ്യ. ഇത്രയും കാലമായിട്ട് സൗദി അറേബ്യ രക്ഷാസമിതിയിൽ ഒരു സീറ്റ് ആവശ്യപ്പെടുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ 3 വർഷമായി സൗദി അറേബ്യ രക്ഷാസമിതിയിലെ ഒരു സീറ്റിന് വേണ്ടി ശ്രമിച്ചു വരികയായിരുന്നുവെന്നും അതിനുള്ള പരിശീലനങ്ങൾ പോലും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ഈയിടെ ഒരു വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സൗദി അറേബ്യ ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ടതും. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുകയാണ് ഇതിലൂടെ ചെയ്തത്. കാരണം തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയും ഒടുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ 2 ഇഷ്യൂ ചൂണ്ടിക്കാട്ടിയത്, പ്രത്യേകിച്ച് സിറിയയും രണ്ടാമത്തെ ഫലസ്തീനും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തങ്ങൾ ഇത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണെന്ന് പറഞ്ഞു. ഇതിന്റെ മറ്റൊരു തലം കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ മാസം നടന്ന UN ജനറൽ അസംബ്ലിയിൽ എല്ലാ രാജ്യങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നേതാക്കൾ, അവരുടെ തലവന്മാർ പ്രസംഗം നടത്തിയപ്പോൾ സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി സൗദൽ ഫൈസൽ രാജകുമാരൻ അതിൽ പ്രസംഗിക്കാതെ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി. അതും അന്ന് വലിയ വാർത്തയായിരുന്നു. കാരണം സിറിയ പ്രശ്നവും ഫലസ്തീൻ പ്രശ്നവും മുൻനിർത്തിക്കൊണ്ട് ഈ 2 പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ വിഷയങ്ങളിൽ ലോക ബോഡി കാണിക്കുന്ന അലംഭാവം അംഗീകരിക്കാൻ കഴിയില്ല എന്ന വ്യക്തമായ സൂചന സൗദി നൽകുകയുണ്ടായി. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൗദി അറേബ്യ ഈ പ്രതിഷേധം യഥാർത്ഥത്തിൽ അമേരിക്കക്കും റഷ്യക്കും എതിരെ ഒരുപോലെ നടത്തിയിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായിട്ട് റഷ്യയാണ് ഇത്രയും കാലം സിറിയയിൽ ഒരു പ്രശ്നം, അതായത് സിറിയൻ പ്രശ്നം പരിഹരിക്കുന്നതിൽ വ്യക്തമായ വിലങ്ങുതടിയായി നിന്നത് റഷ്യയായിരുന്നു. റഷ്യയും ചൈനയും നിരവധി പ്രമേയങ്ങൾ UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് വീറ്റോ ചെയ്യുകയുണ്ടായി.
ഏറ്റവും ഒടുവിൽ അമേരിക്കയുമായുള്ള ഒരു ചെറിയ ബാന്ധവം, അതിന്റെ പേരിലാണ് അവർ തമ്മിലുള്ള ഒരു ഐക്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അസദ് രാസായുധം പരിശോധിക്കാൻ സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അതിന് മാത്രമാണ് റഷ്യ സന്നദ്ധമാവുകയും അങ്ങനെ അമേരിക്കയും റഷ്യയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം പാസാക്കുകയും ചെയ്തു. ഇത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം എത്രയോ വർഷങ്ങളായി പതിറ്റാണ്ടുകളായിട്ട് അമേരിക്കയുടെ ഏറ്റവും മികച്ച ഒരു സഖ്യരാജ്യമായിട്ട് നിലകൊണ്ട ഒരു രാഷ്ട്രമാണല്ലോ സൗദി അറേബ്യ. മാത്രമല്ല ഈ അടുത്ത് കഴിഞ്ഞ 3 മാസം മുമ്പ് സൗദി അറേബ്യയുടെ ഇന്റലിജൻസ് മേധാവി റഷ്യ സന്ദർശിക്കുകയും മോസ്കോയിൽ വെച്ച് പുടിനുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. അന്നും അദ്ദേഹം വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു സിറിയൻ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ റഷ്യ നിഷേധിക്കുകയാണ് ചെയ്തത്. അന്ന് സൗദി അറേബ്യ പല ഓഫറുകളും റഷ്യക്ക് നൽകിയിരുന്നുവെന്നും അതുപോലെ തന്നെ ആയുധങ്ങൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാം, എത്രയോ ബില്യൺ കണക്കിന് ഡോളർ ആയുധങ്ങൾ വാങ്ങാം എന്ന ഗ്യാരണ്ടിയൊക്കെ നൽകിയിരുന്നു. പക്ഷെ അന്നും റഷ്യ അതിന് എതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഈ 2 പ്രശ്നങ്ങൾ, അതായത് ഫലസ്തീൻ പ്രശ്നം, അതോടൊപ്പം മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാനുമായിട്ടുള്ള അമേരിക്കയുടെ അടുപ്പം ഇത് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം കഴിഞ്ഞ ജനറൽ അസംബ്ലിയുടെ സമയത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിന് ശേഷം ഇതാദ്യമായിട്ട് ഒരു US പ്രസിഡന്റ് ഡയറക്റ്റായി ഇറാന്റെ നേതാവുമായിട്ട് സംസാരിച്ചു എന്നൊരു പ്രത്യേകത അതിനുണ്ടായിരുന്നു. അതിലൂടെ ഇറാനുമായിട്ടുള്ള ഉപരോധങ്ങൾ മാറ്റുവാനും ഇറാനെ വീണ്ടും അന്താരാഷ്ട്ര തലത്തിലേക്ക്, അതായത് എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കം നടക്കുന്നു. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയും ഇറാനുമാണ് മേഖലയിൽ ശാക്തിക രാഷ്ട്രങ്ങളായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാന് അമേരിക്ക മേധാവിത്വം നൽകുന്ന ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് സൗദി അറേബ്യക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ ഈ 2 ഘടകങ്ങൾ, അതായത് പിന്നെ മറ്റൊരു കാര്യം, മൊത്തത്തിൽ നമ്മൾ ഐക്യരാഷ്ട്രസഭയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി എന്ന് പറയുന്നത് പലപ്പോഴും അമേരിക്ക ഒരുപാട് വീറ്റോകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 38ഓളം വീറ്റോ പ്രമേയങ്ങൾ അമേരിക്ക സ്വയം നടത്തുകയുണ്ടായി. ഈ സമയത്തൊന്നും തന്നെ സൗദി അറേബ്യ ഇതിനെതിരെ ഇത്ര കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിശക്തമായ പ്രതിഷേധത്തിലൂടെ ലോകതലത്തിൽ തന്നെ ഒരു ചലനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം ഈ